ഇത്രയും വലിയ കണ്ണാടി ഉണ്ടായിട്ടും വീഡിയോ ഓണാക്കി സെൽഫി മോഡിൽ വെച്ച് തന്നെ നിനക്ക് ഡ്രസ്സ് മാറണം. ഈ ഷഡ്ഡി വാങ്ങി അതിനാണ് ഈ ഡ്രസ്സ് മാറുന്നത്. എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നു? ഇത്രയും വലിയ റൂം ഉണ്ടായിട്ട് നാട്ടുകാരെ കാണിച്ച ഡ്രസ്സ് മാറണം. എന്നാ പിന്നെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയി ഡ്രസ്സ് മാറിക്കൂടെ? പണ്ടല്ലൊരു സീൻ കാണാൻ എത്തി നോക്കണം. ഇപ്പൊ 350 റീചാർജും ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓടിക്കേറിയാൽ മതി. പോരാത്തതിന് നാട്ടുകാർ കാണിച്ച ഡ്രസ്സ് മാറ്റുന്നതിന് ഒരു അടിപൊളി പേര്, ഗെറ്റ് റെഡി വിത്ത് മീ. അക്കൗണ്ടിന് റീച്ച് കുറയുമ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രം ചില ഫീമെയിൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന പരിപാടി അത്. നാട്ടുകാരെ കാണിച്ച ഡ്രസ്സ് മാറ്റല്. സ്റ്റൈലായിട്ട് പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ. കൊച്ചു കഴിവേറെ സ്റ്റൈലായിട്ട് ഒരു പേരിട്ട് കഴിഞ്ഞാൽ ആരും അറിയില്ലെന്ന് വിചാരിച്ചാ. ഇങ്ങനെ വാണത്തരം കാണിക്കുന്ന വാണങ്ങൾക്ക് സ്റ്റൈലായിട്ടൊരു പേരുണ്ട്. ദേ ആർ കോൾഡ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്. എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസർ ആവാം ഇൻ 2025? ദിവസം നാട്ടുകാരെ കാണിച്ച് നിങ്ങളുടെ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ദേ ആർ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്. പാട്ട് വെച്ച ക്യൂട്ട്നെസ് ടൂർ മേടി കഴിഞ്ഞാൽ ദേ ആർ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്. ഇവരെ പറ്റി പറയാനാണെങ്കിൽ ഇവർക്ക് ഫെയിം ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ ഫാൻസ് ഇല്ല. ഹലോ ഗൈസ്, നിങ്ങൾ വീണ്ടും വന്നു. ബിഗസ്റ്റ് യൂട്യൂബർ ആയിട്ടില്ല, എന്നാലും ഒരു കുമ്മിനിരിക്കട്ടെ. സഫക്സിന്റെ ചാനലിൽ തുടങ്ങാൻ നമുക്ക് കുറെ കൊണ്ടടിക്കാണ്ട്. പ്ലീസ് അടുത്ത വീഡിയോക്ക് ക്യാ അപരാധം ഹേ കാമാച്ചി മാമ. 24 മണിക്കൂർ നീ ഈ പാട്ട് ചവച്ച തിന്നുന്നത്. മോളെ, നീ ബെല്ലി ഡാൻസ് ആണ് ഉദ്ദേശിച്ചത്? ഇത് ഇവള് തന്നെ കണ്ടുപിടിച്ച ഒരു ഡാൻസ് ആണെന്ന് തോന്നുന്നു. ബെല്ലി ഡാൻസ് അല്ല, ഇത് വളി ഡാൻസ്. ഇതൊരുമാതിരി തൂറാമുട്ടിയ ഡാൻസ് ആയി പോയി. ശരിക്കും നീ ഇതെന്താന്ന് ഉദ്ദേശിക്കുന്നത്? കണ്ടിട്ട് നീ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം ഡാൻസ് ആണെന്ന് തോന്നുന്നു. ബെല്ലി ഡാൻസിന്റെ ക്രോസ് ബ്രീഡ് വളി ഡാൻസ്. അങ്ങോട്ടാട്ടൽ ഇങ്ങോട്ടാട്ടൽ, വേറൊന്നും കാണുന്നില്ല. ഇത് എന്നാത്ത ഷീ നീഡ് സം അറ്റൻഷൻ ബ്രോ. ഇതിനെ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്ക്, അല്ലെങ്കിൽ ഇതിനേക്കാളും വലുതെന്തല്ലോ വരാനുണ്ട്. ടീഷർട്ട് മടക്കി വെച്ച് എന്താ അവരാതാണ് നീ ഉദ്ദേശിക്കുന്നത്? ഇത് കണ്ടിട്ട് ഒരുമാതിരി തൂറാമുട്ടിയ പോലെയുണ്ട്. റീച്ച് കുറയുമ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടി കളിക്കുന്ന പ്രത്യേകതരം ഡാൻസ് ആയത്. ഈ ഡാൻസിന് ശേഷം ചേച്ചി ചൊവ്വയിലെത്തി എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ടീഷർട്ട് മടക്കി വെച്ച് കഷ്ടപ്പെട്ട് റീലെടുക്കാൻ കാണിച്ച ഡെഡിക്കേഷൻ. നിന്നെ കണ്ടപ്പോ എന്താന്നില്ലാത്ത കോൺഫിഡൻസ് എനിക്ക്. ജാതി പൊട്ടന്മാര് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒരു സമാധാനം. ഇത് നേരത്തെ കണ്ടതിനേക്കാൾ കൂടിയ സാധനം. ചേച്ചി എന്നാ ഡ്രസ് ഇടാൻ മറന്നുപോയാ? അല്ല മോനെ, അക്കൗണ്ട് റീച്ച് ആയിക്കോട്ടെ. ഇതാണ് അക്കൗണ്ടിന് റീച്ച് കൂട്ടാനുള്ള നിഞ്ച ടെക്നിക്. ഇത്തരാളുടെ കണ്ണിൽ നോക്കി ശ്രദ്ധ പിടിച്ചു പറ്റി അക്കൗണ്ടിന് റീച്ച് കൂടുന്ന ടെക്നിക്കാണിത്. ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു നിഞ്ച ടെക്നിക്കാണിത്. അല്ല, ഇതിപ്പോ ഒരാണാന്ന് വന്ന് ഇങ്ങനെ ഷഡ്ഡിയിട്ട് തുള്ളിയെങ്കിൽ ഇല്ല ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗൈസ്. സൈക്കിൾ ആൻഡ് കാർ ബട്ട് ബ്രോ ഫ്ലവർ ഈട്ടം ഒക്കെ മൈരെ എണ്ണക്കിൽ തുപ്പുന്നിന്റെ. അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്തല്ല പറയാൻ പോകുന്നത്. ഈ ചെക്കന്റെ സ്ഥാനത്ത് ഒരു പെണ്ണാണെങ്കിൽ കമന്റ് ബോക്സിൽ കടന്ന് വാണത്തരം പറയുന്ന വാണങ്ങൾ ഇങ്ങനെ തന്നെ പറയുമോ? ഇപ്പൊ ഒരു ആവറേജ് ലുക്കിംഗ് ബോയ് ആയിക്കോട്ടെ, ഗുഡ് ലുക്കിംഗ് ബോയ് ആയിക്കോട്ടെ, എന്തെങ്കിലും റീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ കുറച്ച് വാണങ്ങൾ വന്ന് തെറി വിളിക്കും, ബോഡി ഷേമിങ് ചെയ്യും. അതേ സ്ഥാനത്ത് ഒരു ആവറേജ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിക്കോട്ടെ, അതേ വാണങ്ങൾ തന്നെ പോയി ഒലിപ്പിച്ച് കമന്റ് ഇടും. ഇപ്പൊ ഒരാളാന്ന് റീൽ ചെയ്തെങ്കിൽ അയ്യേ നീ കർത്തോനാടാ, അയ്യേ നിന്റെ പല്ല് തള്ളി നിൽക്കുന്നു, അയ്യേ നീ തടിയനാടാ, അയ്യേ നീ മെലിയനാടാ. അതേ സ്ഥാനത്ത് ഒരു പെണ്ണാന്ന് വന്ന് റീൽ ചെയ്താൽ ബ്ലാക്ക് ബ്യൂട്ടി, സെക്സി ഗേൾ, വിൽ യു ബി മൈൻ, കൂട്ട് ഗേൾ. ഇതുപോലെയാണ് കേരളത്തിലെ കുറച്ച് വാണങ്ങൾ ആണുങ്ങളെ വില കളയാൻ വേണ്ടി വീഡിയോന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നത്. ഇത് ഞാൻ പറയാണെന്ന് വിചാരിച്ച കാര്യമല്ല, പക്ഷെ കുറെ കമന്റ് ബോക്സിലായിട്ട് ഞാനിത് കാണുന്നുണ്ട്. എന്നാലും എങ്ങനെ സാധിക്കുന്നു? ക്യാമറ ഓണാക്കി അതിന്റെ ഫ്രണ്ട് ഇരുന്ന് കരയണം. അല്ല, ഇതെങ്ങനെ പരിപാടി? അല്ല, നേരത്തെ ക്യാമറ ഓണാക്കി വെക്കുക, അല്ല കരച്ചിൽ വരുമ്പോ ക്യാമറ ഓണാക്കുക. കരയുന്നത് മൊത്തം റെക്കോർഡ് ചെയ്ത് ഇടാൻ വേണ്ടി ചില്ലറ കുഴപ്പമൊന്നുമല്ല. ഇതിനും ലെവൽസ് ഉണ്ടല്ലേ. എന്റെ ലെവൽ 67ആണ്. അല്ല, ഞാൻ പബ്ജിയുടെ ലെവൽ പറഞ്ഞാണ്. പെയിൻ ലെവൽ 1. സോറി ചേച്ചിനെ നമ്മൾ കളിയാക്കാൻ പാടില്ല. ചേച്ചി വേദന സഹിച്ചാന്ന് റീൽ എടുക്കുന്നെന്ന് തോന്നുന്നു. അടുത്തെന്തോ പെയിൻ എന്നുള്ള ഇത് വെച്ചിട്ടുണ്ട്. പെയിൻ ലെവൽ 1 യു വിൽ ക്രൈ. ആദ്യത്തെ ലെവലിൽ നമ്മൾ കരയുമെന്നാണ് ചേച്ചി പറയുന്നത്. വീഡിയോ മൊത്തം കാണാം, എന്തോ വലുത് വരാനുണ്ട്. ഇത് നിന്റെ അഭിനയം അല്ലെങ്കിൽ ജീവിച്ച രീതിയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് നിനക്കൊരു ഗോൾഡ് മെഡൽ തരിഞ്ഞ. എന്നാലും എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ക്യാമറ ഓണാക്കി വെച്ച് അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കരയാൻ. എനിക്ക് ഇങ്ങനത്തെ കൂടിയ കഴിവൊന്നുമില്ല. ആരൊക്കെയെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നിർത്ത് നീരം കുട്ടി ചേച്ചി, എത്രാമത്തെ പ്രാവശ്യമാണ് ഈ സോങ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഈ പാട്ട് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ പരാവുന്നുണ്ടാവും.
ഏതെല്ലാം രീതിയിൽ മണ്ണെണ്ണ പാത്തി ഇറങ്ങിയിട്ടുണ്ടോ അതിനെല്ലാം ഒക്കെ കൊന്നു കൊലവളിച്ചിട്ടുണ്ട്. മാമാച്ചി മാമനെ ആണെങ്കിൽ പിന്നെ സഹിക്കാം. ഒരു സോങ് കൊണ്ട് 10-20 റീൽസ്, ഇതാണെങ്കിൽ ഒരു സോങ് കൊണ്ട് 500 റീൽസ്. പഴംപൊരിക്ക് എക്സ്റേ ഇട്ട പോലെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരും, ഒരു പ്രത്യേക ആംഗിൾ നിന്നിട്ട് ആ പാട്ടിനെ പീഡിപ്പിച്ച് കൊല്ലും. പെരുമ്പാമ്പിരവിഴുങ്ങിയ പോലെ ഉണ്ട്. मेरे कजिन को बच्चे अपने साथ क्रिकेट नहीं खिला रहे थे क्योंकि उसके पास बॉल नहीं थी. क्या रे तुम लोगों को बॉल चाहिए ना, मेरे पास है बॉल्स. പിള്ളേർക്ക് ബോളാന്ന് വേണ്ടത്, ബലൂണല്ല. നിന്റെ ബലൂണിന്റെ അത്ര ഇല്ലു ആ പിള്ളേർ. എന്നിട്ട് ആ ചെക്കന്റെ ഡബിൾ സൈസുള്ള ബലൂൺ എടുത്ത് കൊടുക്കുക. ആ പോലീസിനെ വിളിക്കടാ, ദിസ് ഈസ് ചൈൽഡ് അബ്യൂസ്. सिलेंडर में पाइप कैसे सेट करें यूट्यूब वीडियो से मैंने सीखने की कोशिश की. इसके लिए सबसे पहले हमें सील तोड़नी पड़ेगी. സിലിണ്ടറിന്റെ പൈപ്പ് മാറ്റാൻ യൂട്യൂബ് നോക്കി പഠിച്ചു. അതിന് ആദ്യം ചേച്ചിന്റെ സീല് പൊട്ടിക്കണം. സമ്മതിച്ചു കഴിഞ്ഞാൽ സീല് പൊട്ടിക്കണം. ദിവസവും റീൽ എടുക്കുന്നതിന് മുമ്പ് ചേച്ചിക്ക് സീല് പൊട്ടിക്കണം. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചേച്ചിക്ക് സീല് പൊട്ടിക്കണം. അല്ല ദിവസം ആരാ ഡാഡിയാ മോൾക്ക് ഇങ്ങനെ സീലിട്ട് തരാ? ഇതാണ് കാണിച്ച് ജീവിക്കാൻ വലിപ്പില്ലാത്തതുകൊണ്ട് ഡബിൾ മീനിങ് അടിച്ച് അരിയും മണ്ണെണ്ണയും വാങ്ങുന്ന ഹിന്ദി വാല, ബോസടി വാല. ഇതിന്റെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ കത്തിച്ച വണത്തിന്റെ മൂട്ടിൽ പോയിരിക്കുക. आज मैंने उड़ता हुआ मिसाइल देखा जिसे दौड़कर मैंने ले लिया. ഡെലിവറി ബോയിന്റെ വലിപ്പം കൂട്ടി കൊടുക്കുക. आज मेरे घर डिलीवरी बॉय आया था जो मुझे बहुत छोटा लग रहा था. डिलीवरी वाले भैया आप बहुत छोटे, आपको थोड़ा लंबा कर दूं क्या? പിള്ളേർക്ക് ബലൂൺ കൊടുത്ത് ഫുട്ബോൾ എന്ന് പറഞ്ഞ് പറ്റിക്ക. तुम लोगों को बॉल चाहिए ना, मेरे पास है बॉल्स. भोसड़ी क्या पागल है क्या? ഇതാണ് ബലൂൺ കൈമാറി ജീവിക്കുന്ന പാവം ചേച്ചി. വീട്ടിലേക്ക് അരിയും മണ്ണെണ്ണയും വാങ്ങണമെങ്കിൽ എത്ര ബലൂൺ കൈമാറണം എന്നറിയോ? അതിൻ്റെ അത് കഴിയുമ്പോൾ പാമ്പെന്നെങ്കിലും ഉണ്ടോ നോക്കിക്കോ നീ. ഇത് തായ്ലാൻഡിലാണെങ്കിൽ ഓടിക്കോ മോനെ. കുറച്ച് കഴിയുമ്പോൾ അറിയുന്നത് ആഹാ മുട്ടയുണ്ടല്ലോ. നമുക്കല്ല അരിയും മണ്ണെണ്ണയും വാങ്ങണമെങ്കിൽ റേഷൻ കാർഡ് കാണിച്ചാൽ മതി. പക്ഷേ ഇവളുമാർക്ക് അരിയും മണ്ണെണ്ണയും വാങ്ങണമെങ്കിൽ കുലുക്കി സർബത്ത് അടിച്ച് കാണിക്കണം. ഇതിനേക്കാളും എത്രയോ നല്ലതാണ് പിച്ച എടുക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഈ കുലുക്കി സർബത്ത് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഇവളുമാരെല്ലാം എങ്ങനെ ജീവിക്കും? കുറെ കുലുക്കി സർബത്ത് അടിച്ച് കുറെ ആണുങ്ങളെ വികാരം വിറ്റ് പൈസ ഉണ്ടാക്കുന്നത്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് ടൈറ്റിലും കൊടുത്ത് മാസം 400 രൂപ പിച്ച എടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കുക. പണിയെടുക്കാണ്ട് പകുതി ഡ്രസ്സ് തൊട്ട് കുലുക്കി സർബത്ത് അടിച്ച് മാസം മില്യൺസ് ആണ് ഉണ്ടാക്കുന്നത്. എന്തെല്ലാം പറഞ്ഞാൽ ആരെല്ലാം എന്തെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞാലും അമലാക്കന്റെ തട്ടത്ത് ആണെന്നിരിക്കുന്നു. എങ്ങനെയാണോ പണ്ട് അതുപോലെ തന്നെയാണ് അമലാക്ക ഇപ്പോഴും ഉള്ളത്. എത്ര റീച്ചായി എന്ന് പറഞ്ഞാൽ കാണിച്ച് ജീവിക്കുന്ന പരിപാടി ഇതുവരെ അക്ക ചെയ്തിട്ടില്ല. അത് ഞാൻ സമ്മതിച്ച അക്ക എന്തൊക്കെ അപരാധം കാണിക്കലുണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ വാണത്തരം കാണിക്കൂല. ഇനി എനിക്ക് പറയാനുള്ളത് ബോയ്സിനോടാണ്. നിങ്ങളെ വികാരം വിറ്റ് കുറെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്തുണ്ടാക്കുന്നു? നിങ്ങൾ വെറുതെ നിങ്ങളെ എനർജി അവർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നു. ആ സമയം കൂടി 5-10 പുഷപ്പ് എടുക്കാൻ നോക്കി ചങ്ങായി. നിനക്ക് ഇത് കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് 2-3 മിനിറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. വേറൊന്നും കിട്ടൂല. പക്ഷെ അവർ നിന്നെ മുതലാക്കി മില്യൺസ് ആണ് ഉണ്ടാക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. ഈ വാണങ്ങളെ കണ്ട് വാണം വിട്ടാൽ നിന്റെ ജീവിതം വാണം പോലെ പോകും. എല്ലാവരും വീഡിയോ ഫണ്ണായിട്ട് മാത്രം എടുക്കണം. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. DM ചെയ്താൽ ഞാൻ റീപ്ലൈ തരും. ഓക്കെ ബൈ ബൈ, ലവ് യു ഗൈസ്. എല്ലാ വീഡിയോസും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നവർക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. ബോസ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യടാ.